നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ജഡ്ജ്മെൻ്റൽ ആവുന്നത് വഴിയായിട്ട് എന്തുമാത്രം നാം തന്നെ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നു എന്നും അതുവഴിയായിട്ട് നാം മറ്റുള്ളവരിൽ നിന്നും എന്തുമാത്രം അകാരണമായി അകലുന്നു എന്നും തിരിച്ചറിയുമ്പോഴാണ് ഒരു കാര്യം നമുക്ക് വ്യക്തമാവുക, നമുക്ക് തെറ്റ് പറ്റുന്നുണ്ട് എന്നുള്ളത്. ഈ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് നിർത്തിയാൽ തന്നെ നമ്മുടെ മനസ്സിന് ഒത്തിരി സ്വസ്ഥതയുണ്ടാകും. എൻ്റെ മനസ്സിലേക്ക് വന്ന മനോഹരമായ ഒരു ചിന്തയാണ്, വി ലിവ് ഇൻ എ സൊസൈറ്റി വെയർ ദ സിന്നേഴ്സ് കണ്ടിന്യൂ ടു ജഡ്ജ് അതേഴ്സ് ഫോർ സിന്നിങ് ഡിഫറൻ്റ്ലി. ഇതൊരു കുസൃതിയാണെന്ന് തോന്നാമെന്നുണ്ടെങ്കിലും നമ്മൾ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയും അവരപ്രകാരം പെരുമാറുമ്പോൾ അത് തെറ്റുമാണ്. അപ്പോൾ അത് സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ വലിയൊരു ട്രെൻഡാണ്. നമ്മൾ ചെയ്യുന്നതിന് നീതീകരണമുണ്ട്, അത് ന്യായീകരണവുമുണ്ട്. അതേസമയം അതേ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞാലോ മറ്റുള്ളവർ ചെയ്താലോ അത് തെറ്റുമാണ്. സോ it's a matter of it's a fact that we are judging others for sinning differently. ഇതൊന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിന് സ്വസ്ഥതയുണ്ടാവും. അതുകൊണ്ട് let us accept the fact that they are only sinning differently. അത് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് ആത്മീയതയുടെ ഒരു യഥാർത്ഥ അളവുകോൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരുടെ പാട്ടിന് വിടുക എന്നൊരു ചൊല്ലുണ്ട്. അവരവരുടെ പാട്ടിന് വിടുക. അവരവരുടെ പാട്ടിന് വിടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അവർ വസ്തുതകൾ ശരിയാക്കി മനസ്സിലാക്കിയിട്ടില്ല, അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള എന്തോ പശ്ചാത്തല പ്രശ്നമുണ്ട്. ഇത് രണ്ടുമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവരെ വിധിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം വസ്തുത മനസ്സിലാക്കാത്ത ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ പേരിൽ അവരെ വിധിക്കുന്നതിൽ എന്താ അർത്ഥമുള്ള? അവരെ വസ്തുതകൾ മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേത്, അവർക്കൊരു പശ്ചാത്തല പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ആ പശ്ചാത്തല പ്രശ്നം ഉള്ളവരുടെ പേരിൽ അവരെ നമ്മൾ വിധിക്കുന്നതിൽ യാതൊരർത്ഥമില്ല. കാരണം ആ പശ്ചാത്തലമാണ് അവരുടെ പ്രശ്നം. ആ പ്രശ്നത്തിന് പരിഹാരം അവർക്കുണ്ടാവേണ്ടതാണ്. അത് ഏത് തരത്തിലുള്ള പരിഹാരമാണ് വേണ്ടത് എന്നുള്ളത് അവർ തിരിച്ചറിയാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നോ അവർക്ക് നന്മകൾ നേരുക എന്നൊക്കെ അർത്ഥമുള്ളൂ. ഇതാണ് അവരവരുടെ പാട്ടിന് വിടുക എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഒരു സമീപനം എടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വലിയ സ്വസ്ഥതയുണ്ടാവും, ശാന്തി ഉണ്ടാവും. അതുകൊണ്ട് let us stop judging others for sinning differently. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.